എൻ്റെ കൂടെയുള്ളത് തങ്കച്ചൻ ചേട്ടനാണ്. സാധാരണ മദ്യപാനികളെ കാണുമ്പോൾ നമ്മളൊക്കെ ഓടിപ്പോവുക പതിവ്. തങ്കച്ചേട്ടൻ മദ്യപാനികളെ കാണുമ്പോൾ ഓടിപ്പോവുകയല്ല. അതിന് പകരം അവർ വീട്ടിലേക്ക് ചെല്ലും. അവർ വീട്ടിൽ ചെല്ലുമ്പോൾ സാധാരണഗതിയിൽ തങ്കച്ചേട്ടൻ ചെല്ലുമ്പോൾ മദ്യപാനിയും നോർമലാവും, മദ്യപാനിയുടെ ബിഹേവിയറും നോർമലാവും. മദ്യപാനി വെയിറ്റ് ചെയ്യണത് തങ്കച്ചേട്ടൻ പോകാൻ വേണ്ടിയിട്ടാണ്, കലമൊക്കെ തല്ലി പൊളിക്കാനായിട്ട്. പക്ഷേ തങ്കച്ചേട്ടൻ പോവുകയല്ല, അവിടെ ഇരിക്കും. ആ മദ്യപാനിയുടെ കെട്ടിറങ്ങുന്നവരെ ചിലപ്പോൾ അവിടെ ഇരുന്നു വരും. അങ്ങനെ എത്രയോ കുടുംബങ്ങൾക്ക് കഷ്ടപ്പാടിൻ്റെ സമയത്ത് ഭക്ഷണവും അവർക്ക് കൈത്താങ്ങുമായിട്ട് എത്രയോ പേരെ രക്ഷപ്പെടുത്തി, മക്കളെ പഠിപ്പിച്ച് അവരെല്ലാം പലരും വിദേശത്ത് പോയി വളരെ നല്ല നിലയിലായി. അവർ തങ്കച്ചേട്ടനോട് മറ്റുള്ളവർ സഹായിക്കാൻ പറഞ്ഞ് ഒരു വലിയ കൂട്ടായ്മ. തങ്കച്ചേട്ടന് 70 വയസ്സായി, പക്ഷെ കണ്ടാൽ വളരെ ചെറുപ്പമാണ്. അതിൻ്റെ രഹസ്യം നന്മ ചെയ്താൽ നിങ്ങൾക്ക് പ്രപഞ്ചം പ്രതിഫലം തരുമെന്നാണ്. അപ്പോൾ ഇത് നന്മ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു സന്ദേശമാണ്. നിങ്ങൾ തിരിച്ചു തരാൻ കഴിയാത്ത ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് നിങ്ങൾക്ക് 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. അപ്പോൾ തങ്കച്ചേട്ടൻ്റെ അനുഭവം ജസ്റ്റ് 2 മിനിറ്റ്. തങ്കച്ചേട്ടൻ തിരക്കിട്ട് മകള് ബോംബെയിൽ നിന്ന് വരുന്ന മകളെയും കുടുംബത്തെ സ്വീകരിക്കാനായിട്ട് വന്നിരിക്കുക. ട്രെയിൻ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ മാംഗ്ലൂർ സെൻറ്ററിലേക്ക് എത്തുന്ന സമയത്ത് ഞങ്ങൾ സംസാരിക്കുക. അപ്പോൾ പെട്ടെന്ന് ചുരുക്കി തങ്കച്ചേട്ടൻ്റെ സന്തോഷം ഒന്ന് പങ്കുവച്ചാൽ. സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോ കുടുംബങ്ങളിലും മദ്യമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അവരുടെ വീട് തന്നെ കണ്ടാൽ തന്നെ ഒരു മാതൃക കാണുകയില്ല, പിള്ളേർക്ക് പഠിക്കാൻ പറ്റുകയില്ല, പിള്ളേരെ പഠിപ്പിക്കുകയില്ല, ഇങ്ങനെയൊക്കെ. ചിലപ്പോൾ ഞാൻ ഒത്തിരി സന്ദർഭമല്ല, ഒത്തിരിയല്ല, ഓരോന്നൊക്കെ പറയും. ഒരിക്കലും ഒരു വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, 3 പെൺമക്കളുണ്ട്, നല്ലപോലെ പഠിക്കുന്ന 3 പെൺമക്കളാണ്. പക്ഷേ ഒരു കാരണവശാലും പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ചില സമയം പോലീസുകാരായിരിക്കും എന്നെ പറഞ്ഞു വിടുന്നത്, ഇന്നടത്തോട്ട് ചെല്ലാമെന്നൊക്കെ ചോദിച്ച്. ഈ ഒരു വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ 4 മണിക്ക് വിട്ട് അവർ സ്കൂളിൽ വന്ന്, ഹിന്ദുക്കളാണ്, അവർ അമ്പലത്തിലൊക്കെ പോയിട്ട് എന്തോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോഴത്തേനും ഇയാളോട് വന്നു ഭയങ്കര വഴക്കായി. പെണ്ണുങ്ങളെ വാഴത്തോട്ടൊക്കെ ഇട്ട് അടിക്കാൻ വേണ്ടി. അപ്പോൾ അന്നേരം അയലോക്കാരൻ വിളിച്ചിരുന്നു, ഞാൻ ഒന്ന് അവിടെ വരെ വരാമെന്ന്. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നു. എന്നെ കണ്ടപ്പോൾ പുള്ളി ശാന്തനായി കേട്ടോ. പിന്നെ ഞാൻ പോരുന്നവരൊരു കുഴപ്പം ഉണ്ടാകില്ല. അപ്പോൾ പോരാൻ നേരം പറഞ്ഞ പിള്ളേരുടെ ഒരു വാക്ക് തന്നെ ഓർക്കാം. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എന്നോട് പിള്ളേർ പറഞ്ഞു, എൻ്റെ തങ്കച്ചേട്ടൻ, ഞങ്ങളിതിൽ കഞ്ഞി വെച്ച് കുടിക്കുന്നവർ ഇവിടെ ഇരിക്കാവോ? ഞങ്ങൾ കഞ്ഞി ഇല്ലെങ്കിൽ തങ്കച്ചേട്ടൻ പോയി കഴിയുമ്പോഴേ ഞങ്ങൾ കഞ്ഞി വെച്ചാൽ ഒന്നുമില്ല മൂത്രം ഒഴിച്ചിടും, അല്ലെങ്കിൽ ഉപ്പ് വാരിയിടും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ ഇരിക്കാവോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അതുപോലെ തന്നെ തൊട്ട് മുറ്റത്തൊരു കിണറുണ്ട്. ഈ കിണറിൻ്റെ വെള്ളത്തിനകത്ത് മുള്ളി ഒഴിക്കും, ചെരുപ്പ് വാരിയിടും. ഇതൊക്കെയാണ് ഇങ്ങനെ മദ്യപാനി ഈ മനുഷ്യൻ്റെ സ്വഭാവം. ഇങ്ങനെ ഒരാടെയല്ല, ഒത്തിരി പേരുടെ സ്വഭാവങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ആ കഞ്ഞി വെച്ച് കുടിക്കുന്നവരെന്നോട് ആ പിള്ളേർ ഇപ്പോൾ ഒരു കൊച്ചു പഠിച്ചിപ്പം MBBS കിട്ടില്ല, വേറെന്തോ മെഡിസിൻ ചെയ്തത് എന്തോ കിട്ടി. അപ്പോൾ അത് പഠിക്കുന്നുണ്ട് ആ കൊച്ചു. മറ്റേ 2 കൊച്ചുങ്ങളും പഠിക്കുന്നുണ്ട്. അതാണ് ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ. ഓരോ കുടുംബത്തിൽ ചെല്ലുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ചെല്ലുമ്പോൾ അവിടെ ഭക്ഷണസ്ഥാനം ഒന്നും കാണുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇയാൾ ചെല്ലുന്ന പാടെ എല്ലാം കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇവരെ കഴിപ്പിക്കുകയില്ല. ചട്ടിങ്കലും അവസാനമാകുമ്പോൾ വഴക്കുണ്ടാക്കും. എന്നിട്ട് ചട്ടിങ്കലും തല്ലിപ്പൊട്ടിക്കും, ഉള്ള ഭക്ഷണസ്ഥാനം എടുത്ത് പുറത്തോട്ട് കളയും. അതുപോലെ തന്നെ ഒരിക്കലും ഒരു കൊച്ചിൻ്റെ അടുത്ത് ഒരു വീട്ടിലെ ഒരു സുഹൃത്ത്, ഒരു തോമസാറാ, പുള്ളി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം നല്ലപോലെ പഠിക്കുന്ന ഒരു കൊച്ച. അപ്പോൾ SSLCയുടെ പരീക്ഷ നടക്കുക. SSLCയുടെ പരീക്ഷ നടക്കുമ്പോൾ ഒരു 9:30 സമയമൊക്കെ ആയിട്ടും ഈ കൊച്ചിനെ കാണുന്നില്ല. പെട്ടെന്ന് സാറിനായ വെപ്രാളമായി. സാറ് ഒരു വണ്ടി എടുത്ത് ജീപ്പ് എടുത്ത് വേഗം വീട്ടിൽ ചെല്ലുമ്പം ഈ കൊച്ച് ഇങ്ങനെ തിണ്ണയുടെ മൂലയ്ക്കിരുന്ന് കരയുന്നുണ്ട്. സാറിനെ കണ്ടപ്പോഴത്തേനും കരച്ചിൽ കൂടി. സാറ് ചോദിച്ചു, നീ എന്ത് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം കരഞ്ഞു. അത് കഴിഞ്ഞ് നീ വേഗം ഒരുങ്ങ് വരാൻ പറഞ്ഞപ്പോൾ ആ കൊച്ച് പറയാതെ, ഇന്നലെ അപ്പൻ രാത്രി ഇവിടെ വന്നിട്ട് കുടി കഴിഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു, എൻ്റെ പുസ്തകക്കെട്ടെല്ലാം പഠിക്കാൻ സമ്മതിച്ചില്ല, എൻ്റെ പുസ്തകക്കെട്ടെല്ലാം എടുത്ത് കിണറ്റിലിട്ടു. അപ്പോൾ ഈ കൊച്ചിൻ്റെ ഹാൾ ടിക്കറ്റ് ഈ കിണറ്റിൻ്റെ അകത്താണ് കിടക്കുന്നത്. ഇപ്പോൾ പോയി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റിയ സാർ എന്ന് പറഞ്ഞ കാര്യം. എന്നിട്ട് ആ കൊച്ചിനെ സാറ് കൂട്ടിക്കൊണ്ട് വന്നു, പരീക്ഷ എഴുതി. ഇപ്പോൾ ആ കൊച്ച് UK നല്ല പഠിച്ച്. ഇങ്ങനെയാണ് ഓരോ കുടുംബത്തിലെ അവസ്ഥ. വീട്ടിൽ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കിടത്തി ഉറക്കല്ല. പറമ്പിൽ കൂടെയൊക്കെ ഇന്നാളെ കേട്ടില്ലേ, ഒരു കൊച്ചു പോയി പറമ്പിൽ പോയി എന്നിട്ട് പാമ്പ് കടിച്ച് മരിച്ച്. ഇങ്ങനെ എത്രയോ കുടുംബങ്ങളാണെന്ന് പറയും. ഇപ്പം പിന്നെ കുറച്ച് കുറവുണ്ട്. ഇപ്പം പിന്നെ പെണ്ണുങ്ങളൊക്കെ ഇച്ചിരി തൻ്റെ ഇടമുണ്ട്. അവർ കുറേ എണ്ണം സഹിക്കും, കുറേ എണ്ണം ബന്ധം വേർപെടുത്തി പോയി കഴിയുമ്പോൾ നമ്മളോട് വരും. ഈയിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്നൊരു സംഭവമാണ്. ഈ ഒരു കുടുംബത്തിൽ പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുണ്ട്, ഒരു 9 കുട്ടിയുണ്ട്. ഇതുങ്ങളെ ഒരു തരത്തിലും പഠിക്കാനും സമ്മതിക്കില്ല. 2 പ്രാവശ്യം ഞാൻ പലയിടത്തും കൊണ്ടുപോയി. കുറച്ച് ദിവസം ഞാനവിടെ ചിരേകൽ എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അവിടെ AIയുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്. കൂട്ടായ്മയല്ല, മദ്യപാനത്തിൻ്റെ ചികിത്സ കഴിഞ്ഞ് വരുന്നവർ എല്ലാ ബുധനാഴ്ച ദിവസവും വിളിച്ചു കൂട്ടി വൈകുന്നേരം ഞങ്ങൾ ക്ലാസ്സും അനുഭവങ്ങളും പറഞ്ഞ് 2 മണിക്കൂർ സമയം, 6:30 തൊട്ട് 8:30 വരെ.
അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വന്നിട്ടുള്ളതാണ്. ഈയിടെ ആ പെങ്കൊച്ചെന്നോട് വിളിച്ച് പറഞ്ഞാൽ ചേട്ടാ ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റിയില്ല, എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കണം. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അവിടുത്തെ മടങ്കാർ ഇടപെട്ടി മൃതനോത്തി അമ്മേനെ ഭാര്യയും കൊച്ചിനെയും കൂടെ കൂത്തുപറമ്പിലൊരു മടത്തി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം പിന്നെ ഇവർ വിളിക്കാൻ തുടങ്ങി, ഞാൻ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേക്കലവർ വന്നില്ല. എന്നിട്ട് ഇവൻ എന്നെ അയച്ചു, രാത്രിക്ക് കുടിയും കഴിഞ്ഞ് വന്നിട്ട് ആസിഡ് കുടിച്ചിട്ട് റോഡിൽ നേരം വെളുത്ത് നോക്കുമ്പോൾ റോഡരിയിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ആൾക്കാരോർത്ത് ഇങ്ങനെ കുടിച്ചിട്ട് കിടക്കുന്നതല്ലേ. പക്ഷേങ്കിൽ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ആൾ മരിച്ചു, റോഡിൽ മരിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ അവിടെ ആ മഠത്തിൽ തന്നെ ഇങ്ങനെയാണ് ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥ. നമ്മളാരും അറിയുന്നില്ല. അത് അഡ്വക്കേറ്റ് ചാർലി പോൾ എഴുതിയൊരു പുസ്തകമുണ്ട്, ഇത്തിരി എറണാകുളത്തുള്ളൊരു പുള്ളിയാണ്. പുള്ളി ഒരു വക്കീലാണ്. പുള്ളി മദ്യത്തെക്കുറിച്ച് ഒത്തിരി പ്രവർത്തിക്കുന്ന ആളുമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നത് സഹനത്തിൻ്റെ ആൾരൂപത്തെ കാണണമെങ്കിൽ മദ്യപൻ്റെ ഭാര്യയെ കാണാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറയുന്നത് മദ്യപൻ്റെ ഭാര്യയെ മക്കളെ കാണണമെന്നാണ് പറയുന്നത്. മക്കളും ഭാര്യയും മക്കളും സഹനത്തിൻ്റെ ആൾരൂപങ്ങളാണ്. കാരണം ഇവർക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാണ്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവൻ്റെ അടിമയായിട്ട്, ഈ മദ്യപാനിയായി മനുഷ്യൻ്റെ അടിമയായിട്ട് നേരം വിളക്കുമ്പോൾ പുള്ളി എല്ലാം പറഞ്ഞൊക്കെ പോകും. പക്ഷേങ്കിൽ വൈകുന്നേരം ഒന്നും വീട്ടോട്ട് കൊണ്ടുവരികയില്ല. വന്നു കഴിയുമ്പോൾ നല്ല ഭക്ഷണം ഇവരുണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇവർ വല്ല തൊഴിലുറപ്പിനും പോകുന്നുണ്ടെങ്കിൽ ആ പൈസയും കൂടെ മേടിച്ചുകൊണ്ട് പോയിട്ട് കുടിക്കും. ഇതാണ് മദ്യപാനി. ഇതാണ്ട് മദ്യത്തിൻ്റെ ദൂഷ്യവും ദുരന്തവും ഇത് തന്നെയാണ്. കാരണം ഒരു കുടുംബത്തും മദ്യപാനിയായിട്ട് ഒരു കുടുംബത്തിൽ സമാധാനം, സന്തോഷം. ഇപ്പം എല്ലാവരും പറയും ഇത് പാഷനായി, ഇച്ചിരി കഴിച്ചാൽ തന്നെ കുഴപ്പം, ഇതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ. പക്ഷെ ആദ്യമൊന്നും കുഴപ്പമില്ല, പിന്നീട് അത് കുഴപ്പക്കാരനായി തന്നെ തീരുക. ഇപ്പോൾ ഉണ്ട് ഒരു ഒരുത്തിനെ ഞാൻ മംഗലാപുരം ഇവിടെ മഞ്ചേശ്വരത്ത് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്നാക്കിയതാണ്. 5 മാസം കുടിക്കാണ്ടിരുന്നു. ഈയിടെ ഇപ്പോൾ കുടിച്ചു. ഇപ്പം ഞാൻ മിനിയാൻ തലശ്ശേരി പ്രതീക്ഷ കൊണ്ടാക്കിയിരിക്കുക. മദ്യപിച്ച് കഴിഞ്ഞ് ഇവൻ അപ്പനെയും അമ്മേനെയും വീട്ടിൽ കിടത്തി കൊടുക്കാൻ കഴുത്തിന് കത്തിയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 അനിയന്മാർ 2 പിള്ളേർ. ഈ 2 പിള്ളേർക്കും കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്നിട്ട് കഴിഞ്ഞ ദിവസം കൊണ്ടേയും പ്രതീക്ഷ തന്നെ കൊണ്ടേ കുറച്ച് ദിവസത്തിനാക്കി. ഞാനിവിടെ ജോസഫ് ബ്രദറിനോട് ഞാൻ ചോദിച്ചു, ഇവരൊരു മാനസികരോഗിന് ഇടുന്ന സെല്ലുണ്ട്, അവിടെ കൊണ്ട് ഇടാമെന്ന് ചോദിച്ചു. ആ പുള്ളി പറഞ്ഞു ഒന്നുകൂടെ നോക്ക് തന്നെ ചേട്ടാ, പറ്റിയാലും നമുക്ക് അവിടെ കൊണ്ട് ഇടാമെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇവനെ കൊണ്ട് പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. വീട് മുഴുവൻ തല്ലിപ്പൊട്ടിക്കുക, ഇവരെ പോയി കഴിയുമ്പോൾ വീട് മുഴുവൻ തല്ലിപ്പൊട്ടിക്കും. വീട്ടിലുള്ള സർവ്വ സാധനം പെറുക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പൈസ തീർന്നു കഴിയുമ്പോൾ കൈ മുറിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ചോര ഒലിപ്പിച്ചിട്ട് കിടക്കുമ്പോൾ അയലോക്കന്മാരെ കാണിക്കും. അപ്പോൾ അയലോക്കന്മാരെ അപ്പനെ വിളിക്കും. എന്നിട്ട് അപ്പം വന്നിട്ട് പിന്നെ ആശുപത്രി കൊണ്ടു. അങ്ങനെ 16 പ്രാവശ്യം കൈ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്, 16 പ്രാവശ്യം. ഇപ്പം എന്നിട്ട് ഇപ്പോഴും ഇപ്പം ഇവിടെ വന്നിട്ട് പോയ പറഞ്ഞാൽ ഇനി 5 മാസം 5 മാസം കുടിക്കാമെന്ന് നിർത്തി, ഞാൻ ഇനി 9 മാസം കുടിക്കാമെന്ന് പറഞ്ഞാൽ ആ ചെന്ന ചിലവ് കുടിച്ചിട്ട് എന്നിട്ട് ഈയിടെ 4 ലക്ഷം രൂപ മുടക്കി വീടൊക്കെ നന്നായിട്ട് പുതുക്കി പണിതായിരുന്നു. ആ വീടിൻ്റെ ചില്ല് തല്ലി പിടിച്ചു. എന്നിട്ട് അയലോക്കന്മാർ പോലീസിനെ വിളിച്ചു. എന്നിട്ട് പോലീസ് ഇവരുടെ വലിയൊരു അടവ് എന്നാന്ന് ചോദിച്ചാൽ, പോലീസ് വരുമ്പോഴേ മാനസികരോഗത്തിൻ്റെ കടലാസം കാണിച്ചേക്കും. മാനസികരോഗത്തിൻ്റെ കടലാസ് കാണിച്ചാൽ പിന്നെ പോലീസുകാർ ഇവരെ ഒന്നും ചെയ്യത്തില്ല. അയ്യോ മാനസികരോഗിയാണ്, എനിക്കൊന്നും ചെയ്യത്തില്ല. അവരെ വിളിച്ചു, നിങ്ങൾ എന്നെ വേണ്ടി സൗഹൃദാർത്ഥികളുണ്ട് ഇവനെ നോക്കി ചികിത്സിക്കുന്നൊക്കെ പറയുള്ളൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഈ വിഷയം പറഞ്ഞാൽ തീരാത്ത വിഷയമാണ്. പക്ഷേ ഞാനിവിടെ പറയുന്ന ഒരു കാര്യം, തങ്കച്ചൻ ഒറ്റ വ്യക്തി ഇറങ്ങി എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നൊക്കെ നമ്മൾ ഇനിയൊരു ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവുകളെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീടൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു വ്യക്തി വിചാരിച്ചപ്പോൾ എത്രയോ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്യവും മയക്കുമരുന്നും ഒരു സാമൂഹ്യ വിപത്താണ്, ഒരു വ്യക്തിയെ സംബന്ധിച്ച കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ, ഒരു മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ, അത് നിങ്ങളുടെ സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് നിങ്ങൾ കാണണം. എന്നിട്ട് ആ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ആ കുടുംബത്തിന് പിന്തുണ കൊടുക്കണം. എന്നിട്ട് ആ മദ്യപാനിയെ അവനെ നിയന്ത്രിക്കണം. ഇപ്പോൾ തങ്കച്ചേട്ടൻ പറഞ്ഞ പോലെ അവനെ വേണമെങ്കിൽ മാനസിക രോഗാശുപത്രി കൊണ്ട്, അതൊരു മാനസിക രോഗം തന്നെയാണ്, അവിടെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അത്ര കർശനമായിട്ട് ശ്രമിച്ചാൽ മാത്രമേ നമുക്കിതൊരു സാമൂഹ്യ ഈ തിന്മയെ നമുക്ക് സർക്കാരിനുള്ള വരുമാനം മാറ്റിയിട്ട് ഇതൊരു സാമൂഹ്യ തിന്മയായിട്ട് നമ്മൾ മാറണം. അതുപോലെ തന്നെ ഈ ആൽക്കഹോളിക് അനോണിമസ് ഈ ആളുകളുടെ കൂടെ നമ്മൾ AI ചേർക്കുക. AI മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. AI എന്ന് വെച്ചാൽ അഡീഷണൽ ഇൻകം ആണ്. ഇവരുടെ ഒരു പ്രശ്നം, ഇവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവില്ല, അവർക്കൊന്നും ചെയ്യാനില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ യൂറോപ്പിൽ കാപ്പി കണ്ടുപിടിച്ചപ്പോൾ 40% മദ്യപാനികൾ മദ്യപാനം നിർത്തിയെന്നാണ് ഒരു എവിടെയോ വായിച്ചതാണ്. 40% മദ്യപാനികൾ മദ്യപാനം നിർത്തി. പലരും മദ്യപാനം ഒരു ശീലമാക്കുന്നത് വെറുതെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യർ തമ്മിൽ സൗഹൃദങ്ങൾ, കഥ പറച്ചിൽ, വെറുതെ ചേർന്നിരുന്ന ഇപ്പം ഞാനിപ്പോൾ തങ്കച്ചനോട് സംസാരിച്ച ഒരു ദിവസം മുഴുവൻ പറയാനുള്ള കഥകളുണ്ട്. ട്രെയിൻ അവിടെ എത്താറായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. മനുഷ്യർ തമ്മിൽ കഥകൾ പറയണം, ജീവിതത്തിലെ വഴിത്തിരിവായ. ഇപ്പം തങ്കച്ചൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാം ഉണ്ടായത് ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടാണ്. നമ്മളെല്ലാവരും ഈ മാതൃക കണ്ടിട്ട് സമൂഹത്തിന് വേണ്ടി
എനിക്ക് ഇപ്പം നമ്മൾ മലയാളികൾ എന്നുള്ള നിലയ്ക്ക് കേരളം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നല്ല, എനിക്ക് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഓരോ മലയാളിയുടെയും ദൗത്യമാണ് കേരളത്തിൽ നിന്ന് മദ്യവും മയക്കുമരുന്നും തുടച്ചു നീക്കുക എന്നുള്ളത്. അതിന് സർക്കാരിൻ്റെ മാത്രം കർത്തവ്യമല്ല, അത് നമ്മളെല്ലാവരും. അഡീഷണൽ ഇൻകം, ഓൾട്ടർനേറ്റീവ് ഇൻകം, പുതിയ പുതിയ ചിന്തകൾ നമ്മൾ ഉണ്ടാക്കി, നമ്മൾ മാർഗങ്ങൾ ഉണ്ടാക്കി ഈ മദ്യപാനികളെ നമ്മൾ പുനരധിവസിപ്പിക്കണം. ഡീസൻ്റായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു മദ്യപാനത്തിൻ്റെ ജീവിതത്തിലേക്ക് പോവല്ല. അവന് മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ടാണ് അവനത് തുടരുന്നത്. അവൻ അതിനേക്കാൾ നല്ല ഒരു കാര്യം, എത്രയോ പേര് മദ്യപാനം ഉപേക്ഷിച്ച് വളരെ നല്ല ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. അവരൊന്നും ഒരിക്കലും തിരിച്ചതിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ പുതിയ ജീവിതം അവർക്ക് ആ പഴയ ജീവിതത്തേക്കാൾ 1000 മടങ്ങ് മഹത്വം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ നമുക്ക് പറ്റട്ടെ. തങ്കച്ചേട്ടൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്.